അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി യഥാർത്ഥത്തിൽ ഈ 2 കോടി തൊഴിലെവിടെ എന്ന ചോദ്യത്തിന് മുന്നിൽ തകർന്ന് തരിപ്പണമാവില്ലേ എന്നതാണ്. അപ്പോൾ കൃഷ്ണകുമാറിനെ രംഗത്തിറക്കിയാലും ആ വോട്ടർമാർ ചോദിക്കും, എവിടെയാണ് മോദിയുടെ ഗ്യാരണ്ടി? തൊഴിലിൻ്റെ ഗ്യാരണ്ടി എവിടെ? നിങ്ങൾ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി എവിടെ? നിങ്ങൾക്ക് ഗ്യാസിൻ്റെ വില കുറയ്ക്കുമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി എവിടെ? ഇതൊക്കെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് അത് വോട്ടായി മാറുക? ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചു കൊടുത്ത ഇന്ത്യയുടെ ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. അതടക്കമുള്ള ജനക്ഷേമ 15 ലക്ഷമാണോ? അതടക്കമുള്ള ജനക്ഷേമ പദ്ധതികൾ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ ഉന്നയിക്കുന്ന വിവാദങ്ങൾ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമല്ല. ഈ രാജ്യത്തിലെ തൊഴിലില്ലായ്മ അടക്കം പരിഹരിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ അടിസ്ഥാന വികസന പ്രവർത്തന രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുപോയ ഭാരതത്തിന്റെ സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. ഇവിടെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കാലഘട്ടത്തെ കുറിച്ച് ഒരുപാട് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് തിരിച്ചു വരാൻ കഴിയുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഭാരതത്തിൽ കഴിഞ്ഞ 10 വർഷം നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഭാരതീയ ജനത അംഗീകരിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്. ആ ഗ്യാരണ്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനത പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പില് 400-ലധികം സീറ്റ് നേടി NDA സഖ്യം അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പാഴ്വാക്ക് ഇതൊന്നും ഭാരതീയ ജനത വിശ്വസിക്കുന്നതല്ല. അവരുടെ മുന്നിൽ വിശ്വാസം അവർക്ക് നേരിട്ട് അനുഭവിച്ച വികസന പ്രവർത്തനങ്ങൾ, അത് കിസാൻ സമ്മാൻ നിധി ആകട്ടെ, ഉജ്ജ്വല യോജനയുടെ ആകട്ടെ, അല്ലെങ്കിൽ റേഷൻ കട വഴി സൗജന്യമായി ഭക്ഷണം വിതരണം നൽകുന്നതാകട്ടെ, ജൻ ഔഷധികളാകട്ടെ, ഇതടക്കം നേരിട്ട് അനുഭവിക്കുക. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി, വൈദ്യുതി എത്താത്ത ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിക്കുക, ഒരു സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക. അതിനും അപ്പുറം ഇന്ത്യയുടെ അടിസ്ഥാന വികസന പ്രവർത്തന രംഗത്ത് അത് ദേശീയപാതയുടെ ആകട്ടെ, വിമാനത്താവളങ്ങളാകട്ടെ, റെയിൽവേ ആകട്ടെ, തുറമുഖങ്ങളാകട്ടെ, അന്താരാഷ്ട്ര സമൂഹത്തോട് മത്സരിക്കത്തക്ക രീതിയിൽ ഈ 10 വർഷക്കാലം ഇന്ത്യയുടെ അടിസ്ഥാന വികസന പ്രവർത്തന രംഗങ്ങളിൽ വന്ന വലിയ മാറ്റം, അതാണ് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രി. ആ തരത്തിലേക്ക് ഇന്ന് ഭാരതം മാറിയിരിക്കുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ അടിസ്ഥാനരഹിതമായി ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണവുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്നത്. എയർപോർട്ടുകൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ കുറിച്ച് പറയാൻ കഴിയുക? എയർപോർട്ടുകളുടെ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ആകെ ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് പോലും നിങ്ങൾ സ്വകാര്യവൽക്കരിച്ചില്ലേ? ഈ എയർപോർട്ട് വഴി ആരാ പോവുക? സ്വകാര്യവൽക്കരണം ആരുടെ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് കൊണ്ടുവന്നേ? അതുകൊണ്ടല്ലേ നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നേ? ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് സമ്മതിച്ചു. ഈ രാജ്യത്ത് സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ കാലഘട്ടത്തിൽ വന്നു. 74 എയർപോർട്ടുകളാണ് ഇന്ത്യയില് 2014 മുമ്പ് ഉണ്ടായിരുന്നത്. ഇന്ന് 149 എയർപോർട്ടുകൾ. ജനം ആഗ്രഹിക്കുന്ന എന്താ? ഏറ്റവും മെച്ചപ്പെട്ട യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാവുക. അത് റെയിൽവേയുടെ കാര്യത്തിലാകട്ടെ, വിമാനത്താവളങ്ങളുടെ കാര്യത്തിലാകട്ടെ, ജനം ആഗ്രഹിക്കുന്നത് അതാണ്. അതിനുവേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അടിസ്ഥാന വികസന പ്രവർത്തന രംഗങ്ങൾ അടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ കാലഘട്ടം. ഭാരതീയ